മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 1, ന്യൂകാസിൽ യുണൈറ്റഡ് 0. ബോക്സിംഗ് ഡേ മാച്ചിൽ നമ്മൾ വീണ്ടും നമ്മുടെ കരുത്ത് തെളിയിച്ചിരിക്കുകയാണ്. യെസ്, നമ്മൾ വീണ്ടും വിൻ ചെയ്തിരിക്കുകയാണ് ഒരു ബോക്സിംഗ് ഡേ മാച്ച്. 100% റെക്കോർഡോടുകൂടി ന്യൂകാസിലിനെതിരെ അറ്റ് ഓൾഡ് ട്രാഫോർഡ് നമ്മളെല്ലാ ബോക്സിംഗ് ഡേ മാച്ചസും ജയിച്ചിട്ടുണ്ട്. അതും വിത്ത് ഡിഫറെൻറ്റ് മാനേജേഴ്സ്. അലക്സ് ഫെർഗൂസൺ, ലൂയി വാൻ ഗാൽ, ഒലെ ഗുണർ സോൾഷ്യാർ, നൗ അമോറിം. ഇനി ഞാൻ ഇന്നലത്തെ മാച്ചിലോട്ട് വരാം. വളരെ 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 എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു മാച്ചായിരുന്നു. ന്യൂട്രൽ ഫാൻസിനും ന്യൂകാസിൽ ഫാൻസിനും. സെക്കൻഡ് ഹാഫിൽ കാര്യം എടുക്കുകയാണെങ്കിൽ ന്യൂകാസിൽ ഫാൻസിനും. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നന്നായി കളിച്ചു. ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ്, ഞാൻ എടുത്തു പറയുന്ന പെർഫോമൻസ് എയ്ഡൻ ഹെവൻ, ലാമൻസ്, അതേപോലെ തന്നെ മാർട്ടിനസിൻ്റെയൊക്കെ ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ഭയങ്കര കമ്പോഷറായിരുന്നു ബാക്കിൽ. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട പേരാണ്, ഇത് വളരെ സർപ്രൈസിംഗ് ആയിട്ട് കേൾക്കുന്ന ഒരു പേരായിരിക്കും, ഊഗാർത്തെ ഇന്നലെ ഫസ്റ്റ് ഹാഫിൽ നന്നായി കളിച്ചു. 2-3 മൊമെൻറ്റ്സിലൊക്കെ ബോൾ മിസ് ചെയ്തൊരു മൊമെൻറ്റ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത് ഏത് പ്ലെയർക്കും സംഭവിക്കുന്നതാണ്. അത്ര ടെക്നിക്കലി ഗിഫ്റ്റഡ് അല്ല ഊഗാർത്തെ. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ ഊഗാർത്തിൻ്റെ പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആയിരുന്നു. അതിൻ്റെ കൂടെ കുന്യ മാരക പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ ഫസ്റ്റ് ഹാഫിൽ, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ. അതിൻ്റെ കൂടെ തന്നെ എടുത്ത് പറയേണ്ട പേരാണ് ഡോർഗു. ഞാൻ എൻ്റെ മാച്ച് പ്രിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ എൻ്റെ മാച്ച് പ്രിവ്യൂ കാണുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് അതിൽ മനസ്സിലാവും ഡോർഗു എന്തുകൊണ്ട് ഇന്നലത്തെ ഗെയിമിന് വളരെ 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 വലിയ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പ്ലെയർ ആണെന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് സംഭവിച്ചത്. ഞാൻ ഇന്നലെ ഡോർഗു ഗോൾ അടിക്കുന്നു വിചാരിച്ചില്ല, പക്ഷേ ഡോർഗു ആണ് ഇന്നലത്തെ വിന്നിങ് ഗോൾ അടിച്ചത്. ഇനി ഞാൻ എടുത്ത് പറയേണ്ടത് നമ്മൾ മാച്ച് പ്രിവ്യൂവിൽ പറഞ്ഞ നമ്മുടെ ടാക്ടിക്സ് ആയിരുന്നു. ഞാൻ മാച്ച് പ്രിവ്യൂവിൽ പറഞ്ഞ സംഭവമായിരുന്നു, നമ്മൾ മേ ബി ഒരു 3-4-3 കളിക്കാം, അല്ലെങ്കിൽ മേ ബി ഒരു 4-4-2 വരെ കളിക്കാം. നമ്മൾ ഇന്നലെ ഫസ്റ്റ് ഹാഫിൽ കണ്ടത് അമോറിം 4-4-2 ഫോർമേഷൻ കളിക്കുന്നതാണ്. അതായത് ഓഫ് ദ ബോൾ ആണെങ്കിലും ഓൺ ദ ബോൾ ആണെങ്കിലും നമ്മൾ 4-4-2 ആയിരുന്നു കീപ്പ് ചെയ്തിരുന്നത്. ചില മൊമെൻറ്റ്സിൽ ആ 4-4-2 3-2-5 ആയി മാറുന്നുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായ സംഭവം, ഇന്നലെ എഡി ഹൗ, ന്യൂകാസിലിൻ്റെ മാനേജർ, വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. എനിക്ക് മനസ്സിലായ അതേ സംഭവമാണ് ഇന്നലെ പണ്ഡിറ്റ്സ് വന്നിട്ട് പറഞ്ഞത്. സ്കൈ സ്പോർട്സിലൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അതിൽ ജെയ്മി കരിയറൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് എഡി ഹൗ വാസ് കൺഫ്യൂസ്ഡ്. എന്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചെയ്യുന്നത്? ലൈക്ക് 4-4-2 കളിക്കുന്നു, പെട്ടെന്ന് 3-5 ആവുന്നു. അതായത് ഡിഫെൻസീവ് കേപ്പബിലിറ്റീസ് കാണിക്കുന്നു, അതേപോലെ തന്നെ പന്ത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഒഫെൻസീവ് കേപ്പബിലിറ്റീസ് 5 പേരായിട്ട് അറ്റാക്ക് ചെയ്യണം നമ്മൾ. സോ അവർ വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ന്യൂകാസിൽ വാസ് ലൈക്ക് ഓൾ ഓവർ ദ പ്ലേസ്. അതിനുശേഷം നിങ്ങൾ ആ കളി കണ്ടവർക്ക് മനസ്സിലാവും. 8ാമത്തെയോ 10ാമത്തെയോ മിനിറ്റിൽ റാംസ്റ്റേൽ താഴെ പോകുന്നുണ്ട്. റാംസ്റ്റേൽ ജസ്റ്റ് വീഴുകയാണ് താഴെ, മറ്റേ കാലിന് വയ്യ, കയ്യിന് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട്. സംഭവം ഒന്നുമല്ല, എഡി ഹൗ വാസ് കൺഫ്യൂസ്ഡ്. ദേ നീഡഡ് സം 2 minutes 3 minutes ടൈം ഒന്ന് ടാക്ടിക്കലി അനലൈസ് ചെയ്യാനായിട്ട്. അതായിരുന്നു സംഭവം. ആ റാംസ്റ്റേൽ പൊന്തി വന്നതിന് ശേഷം പിന്നെ അവർ മാൻ ടു മാൻ മാർക്കിംഗ് തുടങ്ങി. പിന്നെയാണ് അവർ കുറച്ചുകൂടി കളിയിലേക്ക് തിരിച്ചു വന്നത്. സോ എഡി ഹൗ ഈസ് എ ഗുഡ് മാനേജർ, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ അമോറിം ആക്ച്വലി, ആ ഫസ്റ്റ് ഹാഫിൽ അമോറിം ആക്ച്വലി സ്കൂൾഡ് എഡി ഹൗ. അതാണെന്നല്ല നമ്മൾ കണ്ടത്. അതുകൊണ്ട് എടുത്ത് പറയുക, അമോറിം ആക്ച്വലി സ്കൂൾഡ് എഡി ഹൗ ഉള്ള കാര്യമാണ്. അല്ലെങ്കിൽ റാംസ്റ്റേൽ ഒരിക്കലും അങ്ങനെ ആ സമയത്ത് താഴെ, അത് ഇഞ്ചുറി ഒന്നല്ല, അവൻ വെറുതെ താഴെ വീണതാണ്. ഇനി നമുക്ക് കളിയിലോട്ട് വീണ്ടും വരാം. മാർട്ടിനസ് തിരിച്ചു വന്ന ടീം എത്ര ബാലൻസ്ഡ് ആവും എന്നുള്ളത് നമുക്ക് ഇന്നലെ കാണാൻ പറ്റി. നമ്മുടെ ആകെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് നമ്മുടെ ഡിഫൻസ് ആയിരുന്നു. എയ്ഡൻ ഹെവനെ കുറിച്ച് കുറച്ച് പറയണേ, ഞാൻ ലാസ്റ്റ് വീക്ക് വെക്കാത്. എയ്ഡൻ ഹെവൻ, മാർട്ടിനസ് ആൻഡ് ലൂക്ക് ഷോ, ഈ 3 പേര് വരെ നമ്മുടെ ഡിഫൻസ് കളിച്ചിരുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾക്ക് ഒരു റൈറ്റ് ഫൂട്ടഡ് ഡിഫൻഡർ ഇന്നലെ ഇല്ല. എല്ലാം നമ്മുടെ 3 ഡിഫൻസിൽ കളിച്ച 3 പ്ലേയേഴ്സും ലെഫ്റ്റ് ഫൂട്ടഡ് ഡിഫൻസ് കളിക്കുന്ന പ്ലേയേഴ്സാണ്. അത് എത്രത്തോളം ഒരു ടീമിൻ്റെ ബാലൻസിനെ ബാധിക്കും എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അത് നമുക്ക് സത്യം പറഞ്ഞാൽ ഇന്നലെ കളിയുടെ മുമ്പേ നമുക്കൊരു തലവേദനയായിരുന്നു. കസമേറോ ഊഗാർത്തെ മിഡ്ഫീൽഡ് കളിക്കുന്നു, വേറെ ആരാ ഉള്ളത്? വേറെ ആരുമില്ല. നമ്പർ 10 ആയിട്ട് കുനിയ മൗണ്ട് കളിക്കുന്നു, വേറെ ആരാ ഉള്ളത്? വേറെ ആരുമില്ല. ഇതായിരുന്നു നമ്മുടെ സെറ്റപ്പ്. ഡോർഗു ആൻഡ് ഡാലോ, ഓഫ് കോഴ്സ് നമുക്ക് വേറെ ആരും ഇല്ല ലെഫ്റ്റ് വിങ് ബാക്കും റൈറ്റ് വിങ് ബാക്കും കളിക്കാനായിട്ട്. ഡോർഗു എന്താ പറയുക, ഡോർഗുവിൻ്റെ, ഞാൻ എൻ്റെ മാച്ച് പ്രിവ്യൂവിൽ പറഞ്ഞ സംഭവം, ഡോർഗുവിൻ്റെ പേസ് അത് അൺമാച്ചബിൾ ആണ്. ഏതൊരു വിങ് ബാക്കിനോ അല്ലെങ്കിൽ ഏതൊരു ഫുൾ ബാക്കിനോ ഡോർഗുവിൻ്റെ പേസ് ആയിട്ട് പിടിച്ച് നിൽക്കാൻ ഭയങ്കര പാടാണ്. കാരണം ഒരു മോൺസ്റ്റർ ഫ്രീക്കാണ് ഡോർഗു. അതായത് ഡോർഗുവിൻ്റെ സ്പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഞാൻ എടുത്ത് പറയാം, എംബാപ്പേൻ്റെ അടുത്ത് നിൽക്കുന്ന സ്പ്രിൻ്റാണ് ഡോർഗുവിൻ്റെ. കാരണം അത്രയ്ക്കും സ്പ്രിൻ്റാണ്. അത് ഇന്നലത്തെ കളി നമുക്ക് എത്ര വട്ടം കാണാൻ പറ്റി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ ഗോൾ അതൊരു സാധാ ഗോളല്ല, അതൊരു വണ്ടർ ഗോൾ തന്നെയാണ്. അത് എനിക്ക് ഫസ്റ്റ് ഓർമ്മ വന്നത് അമാദ് നോട്ടിംഗം ഫോറസ്റ്റിനെതിരെ നമ്മുടെ ഈക്വലൈസർ നേടിയ ഗോളായിരുന്നു, ഔട്ട്സൈഡ് ദ ബോക്സ്. അതേപോലത്തെ ഒരു ഗോൾ തന്നെയാണ് ഇത്. ഡോർഗു വാസ് മൈ സെക്കൻഡ് മാൻ ഓഫ് ദ മാച്ച്. ഇനി എൻ്റെ ഫസ്റ്റ് മാൻ ഓഫ് ദ മാച്ചിലേക്ക് ഞാൻ വരാം. എയ്ഡൻ ഹെവൻ, വാട്ട് എ പ്ലെയർ മാൻ, വാട്ട് എ പ്ലെയർ. 1 million നമ്മൾ ആർസണൽ അക്കാഡമിയിൽ നിന്ന് കൊടുത്ത പ്ലെയറാണ് എയ്ഡൻ ഹെവൻ.
എയ്ഡൻ ഹെവനും ചീഡോബി ഒരുമിച്ച് വന്നത്. നമ്മളെല്ലാവരും അന്ന് വിചാരിച്ച ചീഡോബി ആയിരിക്കും ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുക അല്ലെങ്കിൽ ഫസ്റ്റ് ടീമിലോട്ട് കയറിപ്പെടുക എന്നുള്ളത്. പക്ഷേ എയ്ഡൻ ഹെവൻ വാസ് ദി അൺമാച്ച്ഡ് സൂപ്പർ സ്റ്റാർ ഫ്രം ആഴ്സണൽ അക്കാഡമി. ഞാൻ എടുത്തു പറയും, ആഴ്സണൽ മിസ്ഡ് ദിസ് പ്ലെയർ. ഫ്യൂച്ചറിലോട്ട് തിരിഞ്ഞ ആഴ്സണൽ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിന്നുകൊണ്ട് ആഴ്സണൽ തിരിഞ്ഞു നോക്കുമ്പോൾ ദേ വിൽ ടെൽ നമുക്ക് മിസ്സായ ഏറ്റവും വലിയ മിസ്സാണ് എയ്ഡൻ ഹെവൻ എന്നുള്ളത്. വാട്ട് എ പ്ലെയർ, എ സ്റ്റാർ ഇൻ ദ മേക്കിംഗ്, എ സ്റ്റാർ ഇൻ ദ മേക്കിംഗ്. അമോറും യൂത്തിന് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ എല്ലാവരുടെ മുഖത്ത് നോക്കി ഞാൻ ധൈര്യത്തോട് പറയും, എയ്ഡൻ ഹെവൻ, ഇഫ് യു ക്യാൻ പെർഫോം ലൈക്ക് എയ്ഡൻ ഹെവൻ, നിങ്ങൾ ഈ ടീമിലുണ്ടാവും. വാട്ട് എ പ്ലെയർ. അതും ചില്ലറ കാര്യമൊന്നുമല്ല. നിങ്ങളൊരു കാര്യമാക്കണം, സെക്കൻഡ് ഹാഫിൽ നമ്മൾ കളിച്ച കളി കംപ്ലീറ്റ് ഡിഫൻസ് ആയിരുന്നു. ആ ഡിഫൻസ് കളിക്കുമ്പോൾ നമുക്കൊരു സർട്ടിഫൈഡ് സെൻറ്റർ ബാക്ക് ഇല്ല, അതായത് ഒരു എക്സ്പീരിയൻസ് സെൻറ്റർ ബാക്ക് ഇല്ല. എന്നിട്ടും എയ്ഡൻ ഹെവൻ കളിച്ച പെർഫോമൻസ്, അതിൽ കുറച്ച് സ്റ്റാറ്റ്സ് ഞാൻ നല്ല വായിച്ചു. 100% ഡിവെൽസ് വൺ, 100% ഏരിയൽ ഡിവെൽസ് വൺ, എത്ര 86 സംതിങ് പാസസ്, ഒരൊറ്റ ഫൗൾ കമ്മിറ്റ് ചെയ്തിട്ടില്ല, ക്ലീൻ ഷീറ്റ്. വാട്ട് എ പ്ലെയർ. അതിൽ ചില സമയങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ സത്യം പറഞ്ഞാൽ കളി കാണുമ്പോൾ നമ്മൾ പേടിച്ചു, അയ്യോ ഇപ്പം പന്ത് പോവും. പക്ഷേ അത് കമ്പോഷർ, ആ എയ്ഡൻ ഹെവൻ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്ന ഒരു കമ്പോഷർ ഉണ്ട്. അതായത് എയ്ഡൻ ഹെവനെ പ്രസ് ചെയ്താലും ഈസി ആയിട്ട് പുഷ്പം പോലെ മൂപ്പര് ഡ്രിബിൾ ചെയ്തിട്ട് പന്ത് കൊണ്ട് തിരിച്ചു പോകുന്നു. വാട്ട് എ പ്ലെയർ. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടാണ്. ഐ വാസ് ആക്ച്വലി സ്കെയർഡ്. ഉള്ള കാര്യം പറയാലോ, വെൻ കസമീറോ ഗോട്ട് സബ്സ്റ്റിറ്റ്യൂട്ടഡ്. കസമീറോ വരെ ഷോക്കായി പോയി. എന്നെ എന്തിനു സബ് ചെയ്യുന്നതെന്നുള്ളത്. കാരണം ആ ഒരു മാച്ചിൽ നിങ്ങൾ ആലോചിച്ചാൽ, നിങ്ങൾ കണ്ട ആൾക്കാർക്കാണ് മനസ്സിലാവും, ന്യൂകാസിൽ ഫുള്ള് ക്രോസ് ആയിരുന്നു. അതായത് സൈഡിൽ നിന്ന് അവരുടെ ഗെയിം പ്ലേ അങ്ങനെയാണ്. ഞാൻ എൻ്റെ മാച്ച് പ്രിവ്യൂവിൽ നമ്മൾ കണ്ടതാണ്. വിങ്ങിൽ നിന്നുകൊണ്ട് അവർ ക്രോസ് ഇടും, അതാണ് അവരുടെ ഗെയിം പ്ലേ. എൻ്റെ ഏറ്റവും വലിയ പേടി അതായിരുന്നു. ആ കളിയിൽ ന്യൂകാസിൽ എങ്ങാനും 1 ഗോൾ അടിച്ചിരുന്നെങ്കിൽ, 1-1 ആയിരുന്നെങ്കിൽ, ഇന്നലെ അമോറിന് കിട്ടാൻ പോണ ചീത്ത വിളി ചെറുതൊന്നായിരിക്കില്ല. കാരണം കംപ്ലീറ്റ് നമ്മുടെ കളി മാറിയത് നമ്മുടെ സബിലാണ്. നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് എപ്പോൾ ഇറങ്ങിയോ അവിടെ കളി മാറി. ഫസ്റ്റ് ഹാഫിൽ മൗണ്ടിന് പകരം ഐ തിങ്ക് ഫ്ലെച്ചർ വരുന്നു. നമ്മുടെ മിഡ്ഫീൽഡിൽ കൺട്രോൾ പോയിട്ടോ. അതിനുശേഷം കസമറിനെ വലിക്കുന്നു. എഗെയിൻ നമ്മുടെ മിഡ്ഫീൽഡ് ഓപ്പൺ ആവുന്നു. ഒരാൾ പോലും ഷീൽഡ് ചെയ്യാനില്ല ഡിഫൻസിനെ. നമ്മൾ ഇന്നലെ ചില മൊമെൻറ്റ്സിലൊക്കെ 6-3-1 ആയിരുന്നു ഫോർമേഷൻ. ഞാൻ എൻ്റെ മാച്ച് പ്രിവ്യൂവിൽ പറഞ്ഞ സിനാരിയോ ഉണ്ട്. മൂന്ന് സിനാരിയോസ് ഉണ്ട്. നമുക്ക് 4-4-2 കളിക്കാം, 3-4-1 കളിക്കാം, അല്ലെങ്കിൽ 3-5-2 കളിക്കാം. അതേപോലെ തന്നെ അവരുടെ കയ്യിൽ പന്ത് കിട്ടുമ്പോൾ നമ്മൾ ഡിഫെൻസീവ്ലി സ്ട്രോങ് ആണെന്നുള്ളത്. ഞാൻ സത്യം പറഞ്ഞ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ചീത്ത വിളിക്കുന്നില്ല, അല്ലെങ്കിൽ കുറ്റം പറയുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ആ ഡിഫൻസീവ് ഫുട്ബോൾ മാത്രമേ കളിക്കാൻ പറ്റൂ. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എത്ര ഫസ്റ്റ് ടീം പ്ലേയേഴ്സാണ് നമ്മുടെ ടീമിൽ നിന്ന് മിസ്സായിട്ടുള്ളത്. നമ്മൾ കളിക്കുന്നത് ഏത് ടീമിനെ വെച്ചിട്ടാണ്? എല്ലാം യങ്സ്റ്റേഴ്സാണ്, കുറേയൊക്കെ യങ്സ്റ്റേഴ്സാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഡിഫൻസീവ് മാസ്റ്റർ ക്ലാസ് തന്നെ കാണിച്ചിട്ടേ കാര്യമുള്ളൂ. സോ പാർക്ക് ദ ബസ്, അത്രേ ഉള്ളൂ. ഗ്രൈൻഡ് ദ റിസൾട്ട്സ്, ഗെറ്റ് എ 3 points. ആസ്റ്റൺ വില്ലയ്ക്കെതിരെയുള്ള ഗെയിമിൽ നമ്മൾ തോറ്റു, 2-1 തോറ്റു. പക്ഷേ ആ കളി നന്നായി കളിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേ റൈവൽ ഫാൻസും കുറേ ഫാൻസ് വന്നിട്ട് പറഞ്ഞു, എന്നിട്ട് എന്ത് കാര്യം, നിങ്ങൾക്ക് 3 points കിട്ടിയോ? 3 points കിട്ടുന്നല്ലേ വലിയ കാര്യം. ഇന്ന് ഞങ്ങളെ കളിയാക്കാൻ വരികയാണെങ്കിൽ, അതായത് യുണൈറ്റഡ് കളിച്ചില്ല എന്ന് കളിയാക്കാൻ വരികയാണെങ്കിൽ, ഞാൻ തിരിച്ച് അങ്ങോട്ട് അതേ സ്റ്റേജിൽ അങ്ങോട്ട് പറയും, ഞങ്ങൾക്ക് 3 points കിട്ടി, നിങ്ങൾക്ക് കിട്ടിയോ? ഇല്ലല്ലോ, ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. സോ എൻ്റെ മാൻ ഓഫ് ദ മാച്ച് എയ്ഡൻ ഹെവൻ ആണ്. വാട്ട് എ പെർഫോമൻസ്, വാട്ട് എ പ്ലെയർ, വാട്ട് എ പെർഫോമൻസ്. 1 million കൊടുന്ന, ഞാൻ ഇന്നലെ ലൈവ് ചെയ്തതിൽ ചോദിച്ചിരുന്നു ഇനിയോസിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. അതിലൊരു ഒറ്റ കമൻറ്റ് ഞാൻ കണ്ടതാണ്, ഇനിയോസ് വന്നതിന് ശേഷം റിക്രൂട്ട്മെന്റ് ബെറ്റർ ആയിട്ടെന്നുള്ളത്. അതിന് ഉത്തമ ഉദാഹരണമാണ്, അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിളാണ് എയ്ഡൻ ഹെവൻ. ഞാനത് പറഞ്ഞ് നിർത്തുകയാണ്. ഞാൻ അധികം ഒന്നും ഇനി മാച്ച് റിയലിലോട്ട് വരുന്നില്ല, അല്ലെങ്കിൽ മാച്ച് റിയേഷനിലോട്ട് വരുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള മാച്ച് റിയാക്ഷൻ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കോമൻസൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക.